വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്താണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ദെൻ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് അൺബൗണ്ടഡ് ഇന്റർവെൽസ് അല്ലെ, അതായത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നും അത് യൂസ് ചെയ്തിട്ടുള്ള ആ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ആ വീഡിയോയിൽ. സോ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ തന്നെ വരുന്ന ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to minus tx dx where t is a constant converges if t greater than 0 and diverges if t less than or equal to 0. നമ്മളൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ടും കൂടി യൂസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പൊ പ്രൂവ് ചെയ്യുന്നത് ഇന്റഗ്രൽ ഫ്രം 0 to infinity എന്നായതുകൊണ്ട് തന്നെ ഇതൊരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. ഓക്കെ, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് വരുന്നത്, അതുകൊണ്ട് ഇതൊരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത ആ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിന്റെ ആ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്കാം. ബൈ ഡെഫിനിഷൻ integral from 0 to infinity e raised to minus tx dx is equal to upper limit ലാണ് ഇൻഫിനിറ്റി വരുന്നത്. സോ ലിമിറ്റ് b tends to infinity e raised to minus tx integral from 0 to b e raised to minus tx dx അല്ലെ. ലിമിറ്റ് b tends to infinity integral from 0 to b e raised to minus tx dx എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി എക്സ്, ടി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ ഇ റൈസ് ടു മൈനസ് ടി എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ടി ഫ്രം 0 to b എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈ 1/t നെ ഔട്ട് സൈഡ് എടുക്കുക. 1/t ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ മൈനസിന് ഉള്ളിലേക്ക് മതി ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ടി ബി മൈനസ് ഇ റൈസ് ടു 0 എന്ന് വരും. സോ ഈ മൈനസിന് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇ റൈസ് ടു 0 എന്നുള്ള ടേം ഫസ്റ്റ് വരും അല്ലെ. ഇ റൈസ് ടു 0 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്താ കിട്ടുക? 1/t ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബി എന്നാണ് വരിക. ഓക്കെ, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് 1/t ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 എന്ന് പറഞ്ഞാൽ തന്നെ കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് എന്ന് പറയുന്ന ആ ടേം തന്നെയാണ്. സോ 1/t ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ബി. ഇവിടെയുള്ള നമുക്ക് ശരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് അവിടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ ലിമിറ്റ് എന്താണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് നൗ കൺസിഡർ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ബി. ഇതെന്താണ് വരിക? ശരിയും രണ്ട് കേസായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ടി ഗ്രേറ്റർ ദാൻ 0യും ഒന്ന് ടി ലെസ് ദാൻ 0. ടി ഈക്വൽ ടു 0 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം. ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നോക്കാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, അത് എപ്പോഴും പറയുന്ന റിസൾട്ടാണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 0 ആണ്. ബട്ട് ഇ റൈസ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ഇവിടെ ടി ഗ്രേറ്റർ ദാൻ 0, ടി ഒരു പോസിറ്റീവ്, ടി ഇതൊരു കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം ടി പോസിറ്റീവ് ആണ്. ബി ഈസ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടേം മൊത്തത്തിൽ എന്താണ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. ടിയും പോസിറ്റീവ് ആണ്, ബിയും പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ടേം മൊത്തത്തിൽ പ്ലസ് ഇൻഫിനിറ്റി. അപ്പൊ അവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്താണ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് ആവുക. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ലിമിറ്റിന്റെ ആൻസർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കൺഫ്യൂഷൻ ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ നമ്മൾ ബിക്കാണ് കേട്ടോ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ബി ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. സോ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് ടി ലെസ് ദാൻ 0 ആവുന്ന കേസ്, അവിടെയുള്ള കോൺസ്റ്റന്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും. ടി ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ്, രണ്ടും കൂടെ പോസിറ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ഇതൊരു ഇ റൈസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് കിട്ടുക. സോ ഇ റൈസ് ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ബി എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ്? ടി ഗ്രേറ്റർ ദാൻ 0 ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0യും
ടി ലെസ് ദാൻ 0 ആവുന്ന കേസിലെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? ഹെൻസ് ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to minus tx dx എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു? ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഈ ലിമിറ്റിന്റെ വാല്യൂ 0 കിട്ടും. ഇവിടെ 0 കൊടുത്തിട്ട് നമുക്ക് ആൻസർ എന്താണ്? 1/t എന്ന് കിട്ടും. ഇൻഫിനിറ്റി ടി ലെസ് ദാൻ 0 ആവുന്ന കേസിൽ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to minus tx dx converges if t greater than 0 and diverges if t less than 0. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ടി ഗ്രേറ്റർ ദാൻ 0ക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ ഫോർ ടി ഗ്രേറ്റർ ദാൻ 0ക്ക് ഈ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ കൺവേർജന്റ് ആണ് എന്നും ടി ലെസ് ദാൻ 0ക്ക് നമുക്ക് ലിമിറ്റ് വാല്യൂ ഇൻഫിനിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റഗ്രൽ എന്താണ്? ഡൈവേർജന്റ് ആണെന്നും കിട്ടി. ഇതിൽ വരാത്തൊരു കേസ് ടി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0യും ടി സ്ട്രിക്ട്ലി ലെസ് ദാൻ 0യും മാത്രമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തത്. ടി ഈക്വൽ ടു 0 നമ്മൾ ചെയ്തിട്ടില്ല. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വെൻ ടി ഈക്വൽ ടു 0 എന്താ കിട്ടും നമുക്ക്? ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to minus tx dx എന്ന് പറയുന്നത് എന്താവും? ടി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to 0 എന്നല്ലേ വരാം? ടി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to 0 x dx എന്ന് വരും. ദാറ്റ് ഈസ് e raised to 0 x എന്ന് പറയുമ്പോൾ e raised to 0 അല്ല, e raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്നാണ്. സോ ഇന്റഗ്രൽ ഫ്രം 0 to infinity 1 dx ദാറ്റ് ഈസ് dx എന്ന് വരും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറഞ്ഞാൽ എന്താണ്? x from 0 to infinity ദാറ്റ് ഈസ് നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി എന്നുള്ളൂ. ശരിക്കും നമുക്ക് ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഇവിടെ എഴുതാട്ടോ. ശരിക്കും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം 0 to b എന്നുള്ള ഒരു ഫോമുല എഴുതാം. അങ്ങനെ ചെയ്താലും ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ആൻസർ കിട്ടുന്നത് ഇൻഫിനിറ്റി എന്നാണ്. ദാറ്റ് ഈസ് ദ ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to minus tx is divergent at t equal to 0. ടി ഈക്വൽ ടു 0ലും ഈ ഒരു ഇന്റഗ്രൽ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഡൈവേർജന്റ് ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? Therefore, integral from 0 to infinity e raised to minus tx dx converges if t strictly greater than 0 and diverges if t less than or equal to 0. ഇത് ശരിക്കും നമുക്ക് ഇനി യൂസ് ചെയ്യാൻ ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. അതൊന്ന് ജസ്റ്റ് ബോക്സ് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക ഈ ഒരു റിസൾട്ട്. ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to minus tx dx converges if t strictly greater than 0 and diverges if t less than or equal to 0. Then next ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്ത ഇതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ഇന്റഗ്രൽ ഫ്രം a to infinity 1 by x raised to p dx where p is a constant and a strictly greater than 0 converges if p greater than 1 and diverges if p less than or equal to 1. ഓക്കെ, നമ്മൾ ചെയ്ത പോലെ തന്നെ ഇംപ്രോപ്പർ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് തന്നെ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. സോ അതിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണം കേട്ടോ. ബൈ ഡെഫിനിഷൻ ഇന്റഗ്രൽ ഫ്രം a to infinity 1 by x raised to p dx is equal to ലിമിറ്റ് അപ്പർ ലിമിറ്റിലാണ് ഇൻഫിനിറ്റിയിൽ. സോ ലിമിറ്റ് b tends to infinity ഇന്റഗ്രൽ ഫ്രം a to b 1 by x raised to p dx. ഓക്കെ, p ഒരു കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ലിമിറ്റ് b tends to infinity 1 by x raised to p എന്ന് മുകളിലേക്ക് വരുമ്പോൾ x raised to minus p നാം. സോ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ x raised to minus p plus 1 divided by minus p plus 1 from a to b എന്ന് കിട്ടും. ഓക്കെ, പ്രൊവൈഡഡ് p not equal to 1 കേട്ടോ. p equal to 1 ആവാത്ത കേസിലൊക്കെയാണ് പറയുന്നത്.
സോ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ലിമിറ്റ് അല്ല, ഇവിടുത്തെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ഉള്ളൂ. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എ ഫസ്റ്റ് ബി കൊടുത്തു കഴിഞ്ഞാൽ ബി റേസ് ടു 1 മൈനസ് പി എഴുതാട്ടോ നമുക്ക് സൗകര്യത്തിന്. ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ താഴെ നമ്മൾ 1 മൈനസ് പി എന്ന് എഴുതുന്നു. ഓക്കെ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി എന്ന് കിട്ടി. ഇവിടേക്ക് നമുക്ക് പി നോട്ട് ഈക്വൽ ടു 1 എന്നുണ്ട് കേട്ടോ. സോ ഇനി ലിമിറ്റ് 1/1 മൈനസ് പി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എ എന്ന് പറയുന്നൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ ഈ 1/1 മൈനസ് പി അങ്ങ് ഔട്ട് സൈഡ് എടുക്കാം നമുക്ക്. ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്ത് ചെയ്യുള്ളൂ? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി അല്ലെ, മൈനസ് ശരിക്കും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എ റേസ് ടു 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരിക? എ റേസ് ടു 1 മൈനസ് പി എന്നേ വരുള്ളൂ. കാരണം എ കോൺസ്റ്റന്റ് ആണ്, പി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ദാറ്റ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ എഴുതാട്ടോ. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എ റേസ് ടു 1 മൈനസ് പി ഈസ് ഈക്വൽ ടു എ റേസ് ടു 1 മൈനസ് പി തന്നെയാണ്. നിങ്ങൾ എയും ബിയും ഒരുപോലെ കരുതാതിരുന്നാൽ മതി. എ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുന്നൊരു കോൺസ്റ്റന്റ് ടേം ആണ്. പക്ഷേ ബി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് ആയിട്ട് എടുത്തതാണ്. ഓക്കെ, സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി എന്ന് കിട്ടി നമുക്ക്. അപ്പൊ നമുക്ക് ഇനി ഒരു ലിമിറ്റ് എന്താണെന്നൊന്നും ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കൺസിഡർ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇവിടെ വരിക. ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ നമുക്ക് രണ്ട് കേസായിട്ട് എടുക്കാം. പി 1 മൈനസ് പി എന്നായതുകൊണ്ട് തന്നെ പി ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസും എടുക്കാം. നമുക്ക് പി ലെസ് ദാൻ 1 എന്നുള്ള കേസും എടുക്കാം. ഓക്കെ, പി ഗ്രേറ്റർ ദാൻ 1ഉം പി ലെസ് ദാൻ 1. ഇവിടെ നോക്കൂ, ബി റേസ് ടു 1 മൈനസ് പി. പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്? പി ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പി ഈസ് ലെസ് ദാൻ 0 ആണ് അല്ലെ. പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഈ പി ഈ സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതെങ്ങോട്ടാണ്? 1 മൈനസ് പി ഈസ് ലെസ് ദാൻ 0 ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് പി ഈസ് നെഗറ്റീവ് ആണ്. പി ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ 1 മൈനസ് പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ 1 മൈനസ് പി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് ചെയ്താൻ പറ്റും? ഇപ്പൊ ബി റേസ് ടു ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി 1 മൈനസ് പിന് നമ്മൾ എന്തെടുക്കാൻ പറ്റും? നമുക്ക് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ബി റേസ് ടു ദാറ്റ് നെഗറ്റീവ് ക്വാണ്ടിറ്റിനെ നമുക്ക് 1 ബി റേസ് ടു ദാറ്റ് ക്വാണ്ടിറ്റി എഴുതാം. ഇപ്പൊ നമ്മൾ 1 മൈനസ് പി എന്നുള്ളത് ജസ്റ്റ് 1 മൈനസ് പി എന്നുള്ളത് സം മൈനസ് കെ ആണെന്ന് എടുക്കുക. 1 മൈനസ് പി ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ കെ ഒരു പോസിറ്റീവ് ആണെങ്കിൽ 1 മൈനസ് പി നമുക്ക് മൈനസ് കെ എന്ന് എടുക്കാം. സോ നമുക്ക് ഈ ബി റൈസ് ടു 1 മൈനസ് പിന്നപ്പം അങ്ങനെ എഴുതാൻ പറ്റും? ബി റൈസ് ടു മൈനസ് കെ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 1 ബൈ ബി റൈസ് ടു കെ എന്ന് എഴുതാലോ. 1 ബൈ ബി റൈസ് ടു കെ എന്ന് എഴുതാം. സോ ആ കേസിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നോക്കൂ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും വരിക? 1 ബൈ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു കെ എന്നാണ് വരിക അല്ലെ. ദാറ്റ് ഈസ് എന്താണ്? ബി റൈസ് ടു ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി റൈസ് ടു കെ ദാറ്റ് ഈസ് ഇൻഫിനിറ്റി എന്ന് വരും. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി വരും. സോ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോർ പി ഗ്രേറ്റർ ദാൻ 1 മൈനസ് പി ഇസ് ലെസ് ദാൻ 0 ആണ് വരിക. സോ 1 മൈനസ് പി ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇതിന് 1 ബൈ ബി റൈസ് ടു 1 മൈനസ് പി എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അപ്പൊ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ ഇൻഫിനിറ്റി എന്നാണ് നമുക്ക് കിട്ടുക. 1 ബൈ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. ഓക്കെ, ഇനി പി ലെസ് ദാൻ 1 ആവുന്ന കേസിലോ? പി ലെസ് ദാൻ 1 ആവുന്ന കേസിൽ പി ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. 1 മൈനസ് പി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ 1 മൈനസ് പി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബി റേസ് ടു 1 മൈനസ് പി തന്നെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി റേസ് ടു 1 മൈനസ് പി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻഫിനിറ്റി തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ ലിമിറ്റിന്റെ വാല്യൂ 0 ആണെന്നും പി ലെസ് ദാൻ 1 ആവുന്ന കേസിൽ ലിമിറ്റിന്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. സോ അപ്പൊ നമുക്ക് ഒരു ഇന്റഗ്രൽ അപ്പം എന്ത് കിട്ടും?
ഈ ഇന്റഗ്രലിന്റെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ലിമിറ്റ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് p ഗ്രേറ്റർ ദാൻ 1 ഈ ഒരു ഇന്റഗ്രൽ ഇന്റഗ്രലിന് എന്താണ് ഫൈനൈറ്റ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജന്റ് ആണെന്ന് കിട്ടും. p ലെസ് ദാൻ 1 ആവുന്ന കേസിൽ എന്താണ് ലിമിറ്റ് വാല്യൂ ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റഗ്രൽ എന്താണ് ഡൈവേർജന്റ് ആണ് എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ ഈ p ഈക്വൽ ടു 1 ആവുന്ന കേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തു നോക്കാം. ഇവിടെ ഈ ഒരു കൺക്ലൂഷൻ എഴുതിയാൽ ഹെൻസ് ഇന്റഗ്രൽ ഫ്രം a to infinity 1 by x raised to p dx is converges if p strictly greater than 1 and diverges if p less than 1. Okay, when p equal to 1 ആവുന്ന കേസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ഫ്രം a to infinity 1 by x raised to p dx എന്നാണ് വരിക. ദാറ്റ് ഈസ് p equal to 1 എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഫ്രം a to infinity 1 by x dx എന്ന് വരും. ഓക്കെ, ഇപ്പം എന്താ വരിക, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഫ്രം a to b 1 by x dx എന്ന് വരും. 1 by x എന്ന് പറഞ്ഞാൽ എന്താണ് ln x ആണെന്നറിയാം. സോ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓഫ് 1 by x എന്ന് പറയുമ്പോൾ ln x ആണ്. സോ ln x ഫ്രം a to b ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ln b മൈനസ് ln a എന്ന് വരും. ദിസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ln b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ബിക്ക് ഇൻഫിനിറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ് വരട്ടെ. ln ഇൻഫിനിറ്റി സീക്വൽ ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ ലിമിറ്റിന്റെ വാല്യൂ എന്ത് വരും, നമുക്ക് ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, ലിമിറ്റ് വാല്യൂ ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ എന്ത് കിട്ടി, നമുക്ക് p ഈക്വൽ ടു 1 ആവുന്ന കേസിലും ഈ ഒരു ഇന്റഗ്രൽ എന്താണ് ഡൈവേർജന്റ് ആണ് എന്ന് കിട്ടി. ഓക്കെ, സോ ഒരു ഫൈനൽ കൺക്ലൂഷൻ ആയിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, therefore ഇന്റഗ്രൽ ഫ്രം a to infinity 1 by x raised to p dx where a strictly greater than 0 is convergent if p strictly greater than 1 and divergent if p less than or equal to 1. നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു റിസൾട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. രണ്ട് റിസൾട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ശരിക്കും പ്രോബ്ലം ആയിട്ടാണ് ചെയ്തതെങ്കിലും അത് രണ്ടും റിസൾട്ടാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ പറയുമ്പോൾ ഈ രണ്ട് റിസൾട്ടും നമ്മളവിടെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്റഗ്രൽ ഫ്രം 0 to infinity e raised to minus tx dx is convergent if t strictly greater than 0 and divergent if t less than or equal to 0. And integral from a to infinity 1 by x raised to p dx where a strictly greater than 0 is convergent if p strictly greater than 1 and divergent if p less than or equal to 1. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. പക്ഷെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിൽ ഇവിടെ ലിമിറ്റിന്റെ ഈ ഒരു ഇന്റഗ്രലിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. ഓക്കെ, ലോവർ ലിമിറ്റ് 0 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് അറ്റ് t equal to 0 വെച്ചിട്ടാണ്. t സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് കൺവേർജന്റ് വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഡൈവേർജന്റ് വരുന്നത്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ a ഉണ്ടല്ലോ, a സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ റിസൾട്ടിനകത്ത് തന്നെ. ഒരിക്കലും ഇന്റഗ്രൽ ഫ്രം 0 to infinity 1 by x raised to p dx എന്ന് വന്നാൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം a സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് 1 to infinity എന്നോ 2 to infinity ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇന്റഗ്രൽ ഫ്രം -1 to infinity ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എന്താണ്, p ഈക്വൽ ടു 1ലാണ്. p സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് കൺവേർജന്റ് ആവുന്നത്, p ലെസ് ദാൻ ഈക്വൽ ടു 1ലാണ് ഡൈവേർജന്റ് ആവുന്നത്. സോ കമ്പയർ ചെയ്ത് പഠിക്കാം. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കണം. സോ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡിൽ തന്നെ നമുക്ക് ഇനിയും പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.